അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒടുവിൽ ഞാൻ ആ തീരുമാനത്തിലെത്തി, നമുക്ക് പ്രകൃതിയിലോട്ടൊന്ന് ഇറങ്ങാം. അപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ട്, പൂവിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തട്ടി തട്ടി ഇരിക്കുന്ന കണ്ടിട്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമല്ലോ. പിന്നെ നമ്മുടെ സുട്ടാപ്പിയെ കാണാൻ പോയി. സുട്ടാപ്പി ഇത് എവിടെ ഇരിപ്പുണ്ട്, കണ്ണൊക്കെ തുറന്നിട്ടാ. പിന്നെ നമ്മൾ പല്ലിക്കാൻ പോയി. പിന്നെ നമ്മുടെ പ്രോട്ടീൻ വെയിറ്റ് ഗെയിനാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ നമ്മൾ അങ്ങനെ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സ്വന്തം റെസിപ്പി ആട്ടോ. അപ്പം നമ്മളത് ഉണ്ടാക്കാൻ അടുപ്പത്ത് വെച്ചു. അതിനിടയ്ക്ക് തോരൻ, പയറ് തോരനാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ കുറേ വെജിറ്റബിൾസ് ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങാക്കറി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ കോവയ്ക്ക് ഉപ്പേരി വെക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ എല്ലായിടത്തും ഉണ്ടല്ലോ. പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിക്കറുത അവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട് സുഖമായിട്ട്. അപ്പം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മാങ്ങാക്കറി ഉണ്ട്. മാങ്ങാക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചക്ക ഉണ്ട്. ചക്ക സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം ചക്ക ഉണ്ടാവുമല്ലോ. ചക്ക മാങ്ങ സീസണാണ് ഇപ്പോൾ, നല്ല ഉടനെ ചക്ക. പിന്നെ നമ്മുടെ പയർ തോരനുണ്ട്. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ട്. നമ്മുടെ കോവയ്ക്ക നല്ല മുരുമുരാന്നിങ്ങനെ മെഴുക്കുവരട്ടി വെക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ അച്ചാർ, മീൻ പൊരിച്ചത്, മീൻകറി ഞാൻ പൊതുവെ എനിക്കങ്ങനെ ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് കഴിക്കും. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിക്കാൻ നേരത്താണ് അറിയുന്നത് സ്റ്റോറേജ് ഇല്ലയെന്ന് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ